അതൊരു ബേസിനിൽ ഒഴിച്ചിട്ട് സഹിക്കാവുന്ന ചൂടുള്ളൂ, അധികം ചൂട് പാടില്ല. അതിലേക്ക് കാൽപാദം ഇങ്ങനെ അമർത്തി വെച്ചിരുന്നാൽ, മുക്കി വെച്ചിരുന്നാൽ ഒരു 15-20 മിനിറ്റ് മാക്സിമം. അതും പതിവായിട്ട് ശീലിക്കാമെങ്കിൽ അത്തരം ഫംഗൽ ഇൻഫെക്ഷൻസ് കുറയുന്നതിനെ സഹായിക്കുന്നു. അതുപോലെ മഞ്ഞളിടാം. അതുപോലെ തന്നെ നമുക്കതിലേക്ക് ആര്യവേപ്പിന്റെ തൊലിയും കൂടെ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചതായാൽ ഒന്നും കൂടെ വിശേഷമായി. ദേഹത്തിലൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ അനുഭവപ്പെടും. അമിതമായിട്ട് ഈ മാംസാഹാരങ്ങളൊക്കെ കഴിച്ച് ചൂടുകാലത്ത് നമ്മൾ ഒഴിവാക്കാൻ പറയും, പക്ഷെ എന്നാലും തെറ്റിച്ച് ചില കുറുമ്പന്മാർ കഴിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ചൂടുകുരു വരും, ചൂട് അനുഭവപ്പെടും. എന്നിട്ട് അവരിങ്ങനെ എന്തെങ്കിലും ബ്രഷൊക്കെ എടുത്ത് പുറത്ത് ചൊറിയ, വാതിലിന്റെ കട്ടളപ്പടിയിലൊക്കെ ഇട്ട് ചൊറിയ, പുറം ഒരക്കിയതൊക്കെ കാണാറുണ്ട് നമ്മൾ ഹോസ്റ്റലിലൊക്കെ കാണുന്ന സീനല്ലേ. അപ്പൊ അത്തരക്കാരൊക്കെ ഈ ത്രിഫല ചൂർണമിട്ട് വെന്ത വെള്ളം കൊണ്ട് ദേഹം കഴുകിയാൽ ഇതൊക്കെ ശമിപ്പിക്കുന്നതിന് സഹായകരമാവും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പറഞ്ഞല്ലോ. മുടിയിഴകൾക്ക് ഭംഗിയത്, മുഖത്തിന് ഇനി മുഖക്കുരു ഇത് ഉപയോഗിച്ചൊരു പേസ്റ്റ് ഫേസ് പാക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ മുഖത്ത് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് സ്ക്രബ് പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തെ സ്കിന്നിനാ